ഹലോ മുത്തുമണികളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ ഇന്നൊരു കുഞ്ഞ് വ്ളോഗുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ എല്ലാവരും കാണാൻ ശ്രമിക്കണേ. അപ്പം നമ്മുടെ കുഞ്ഞു മക്കളൊക്കെ സ്കൂളിൻ്റെ അവധിയൊക്കെ കഴിഞ്ഞ് സ്കൂളിലെത്തുകയും അതേപോലെ കുഞ്ഞു മക്കളൊക്കെ അഡ്മിഷൻ എടുക്കുകയൊക്കെ ചെയ്ത സമയമാണല്ലോ. കഴിഞ്ഞ ദിവസം പ്രവേശനോത്സവമായിരുന്നല്ലോ. അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത്. വലിയ മോന് 3ാം ക്ലാസ്സിലേക്കും നൈനുവിനെ LKG-യിലേക്കുമാണ് കേട്ടോ ചേർത്തിയത്. അപ്പോൾ കുറേ ദിവസമായി പറയുന്നത് കാക്കൻ്റെ സ്കൂളിൽ പോവുകയാണ്, ഞാനിനി അംഗനവാടിയിൽ പോകുന്നില്ല എന്നൊക്കെ. അങ്ങനെ LKG-യിൽ ചേർത്തിയതാണ് കേട്ടോ. സമയമായിക്കിന് 4 വയസ്സാവുകയും ചെയ്ത്. അപ്പോൾ അതാക്കണ ഇവിടെ എത്തിക്കുന്ന ഇവിടെയൊക്കെ അലങ്കരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം ആൾക്കാരൊക്കെ എത്തി തുടങ്ങിയിട്ടുണ്ട്. നൈനുവിനെ ക്ലാസ്സിലിരുത്തി ഞാൻ പോയതായിരുന്നു കേട്ടോ, പുറത്തൊക്കെ ഒന്ന് വീഡിയോ പിടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അവന് കുഴപ്പമൊന്നുമില്ല, അവന് നല്ല സന്തോഷത്തിലാണ്. അത് തന്നെയല്ല, അവൻ്റെ നഴ്സറിയിൽ അവിടെ അംഗനവാടിയിലുണ്ടായ കുട്ടികൾ തന്നെ കുറച്ച് ആൾക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അവൻ്റെ ചുറ്റുമുള്ളത് അവിടെ തന്നെയുള്ള ആൾക്കാരാണ്. അതിനും കൊണ്ട് ഒന്നും കൂടി അവന് സന്തോഷമായി കേട്ടോ. അപ്പോൾ ക്ലാസ്സിലുള്ള ആ ചിത്രങ്ങളൊക്കെ ഞാനൊന്ന് വീഡിയോയിലൊന്ന് പകർത്തിയതാണ് കേട്ടോ. അപ്പോൾ നൈനു ഇതാ അവിടെ ഇരുന്നങ്ങായിട്ട് അവന് വാങ്ങിയ സാധനങ്ങളും ബാഗും വാട്ടർ ബോട്ടിലും ഒക്കെ എല്ലാം കപ്പും ഒക്കെ തുറന്നിട്ട് കുട്ടിക്കൊക്കെ അവിടെ നിന്ന് ഇരുന്ന് കാണിച്ചു കൊടുക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അതേ മാഷാല്ലാ ഇവരൊക്കെ ഇവിടെ ഇരുന്ന് നല്ലോണം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. തൊട്ടപ്പുറത്ത് കുറച്ച് കുട്ടികൾ ഭയങ്കര കരച്ചിലാണ് കേട്ടോ. 2 ഇരട്ട കുട്ടികളുണ്ട്, പിന്നെ വേറെ ഒരു ചെറിയൊരു മോളും ഉണ്ട്. അവരൊക്കെ ഭയങ്കര കരച്ചിലാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ മിസ്സ് വന്നിട്ട് എല്ലാവരും പുറത്തേക്ക് കൊണ്ടുപോകാൻ അസംബ്ലി ഉണ്ട്. അപ്പോൾ ഇവർ ചെറിയ കുഞ്ഞുങ്ങളല്ലേ, അവരെ അധികം നിർത്താൻ പറ്റില്ലല്ലോ. അപ്പോൾ അവരെ ഇതേപോലെ ഒന്ന് വരിക്ക് നിർത്തി ബലൂണൊക്കെ കൊടുത്ത്. നൈനുവിൻ്റെ കയ്യിൽ വേറൊരു ബലൂൺ ഉണ്ടായിരുന്നു, ആ ടീച്ചർ വാങ്ങിയിട്ട് അവന് വേറെ ബലൂൺ കൊടുത്തു കേട്ടോ. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ നിർത്തിയിട്ട് ഒന്ന് റൗണ്ട് അടിച്ച് വരാൻ വേണ്ടി മാത്രം കൊണ്ടുപോയതാണ് കേട്ടോ. വലിയ കുട്ടികളെ മാത്രമേ അവിടെ നിർത്തിയിട്ടുള്ളായിരുന്നു കേട്ടോ ഗ്രൗണ്ടിൽ. അപ്പോൾ അതാ കുട്ടികളെ ടീച്ചർമാരൊക്കെ വന്നിട്ട് ഇതേപോലെ ഇങ്ങനെ റെഡിയാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് കുട്ടികൾ കരയുകയും ചെയ്യുന്നുണ്ട്. പിന്നെ ഉമ്മമാരൊക്കെ അടുത്തുള്ളതിനെ കൊണ്ട് വലിയൊരു കുഴപ്പമില്ലാതെ അങ്ങനെ പോയി കേട്ടോ. മഴയുള്ള സമയമായതുകൊണ്ട് തന്നെ കുട്ടികളെ പിന്നെ അധികം സമയം ഇങ്ങനെ ഗ്രൗണ്ടിൽ നിർത്താൻ പറ്റില്ലല്ലോ. അതിനെക്കൊണ്ട് തന്നെ എന്ത് ചെയ്ത് LKG കുട്ടികളെയും UKG കുട്ടികളെയും മാത്രം അവരെന്ത് ചെയ്ത് പിന്നെ ക്ലാസ്സിൽ തന്നെ കൊണ്ടുപോയി ഇരുത്തി കേട്ടോ. അങ്ങനെ ക്ലാസ്സിൽ കൊണ്ടുപോയിരുത്തി. പിന്നെ അവർ ബലൂണുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കളിച്ചിട്ടോ. അപ്പോൾ അസംബ്ലി ഇതവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ മോന് ഈ ഒരു വരിയിലുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അവിടെയും കൂടി ഒന്ന് വീഡിയോ പിടിക്കുകയെന്ന് വിചാരിച്ചത്. ഓനതാ മുമ്പിലുണ്ട്. അപ്പോൾ അങ്ങനെ അസംബ്ലിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പിന്നെ ചെറിയ മോൻ്റെ അടുത്തേക്ക് തന്നെ പോയി കേട്ടോ. അപ്പോൾ അതേ നമ്മളെ നൈനുമോനും മിസ് ഒരു ബലൂണ് തന്നു കേട്ടോ. അപ്പോൾ അവന് അത് കിട്ടിയപ്പോൾ ഞാൻ അവനെന്ത് ചെയ്യാണ് കസാലയിലൊന്ന് ഇരുത്തിച്ചു കേട്ടോ കുറച്ച് സമയം. അപ്പോൾ മക്കളൊക്കെ ഇതാക്കണ ബലൂൺ വെച്ചിട്ട് നല്ല കളിയാണ് കേട്ടോ. നൈനും എന്ത് ചെയ്യാണ്, ചില കുട്ടികളൊക്കെ അവിടെ മൂലയിലിരുന്നൊക്കെ കരയുന്നുണ്ട്. അവരൊക്കെ ബലൂണ് നിലത്ത് വീണിട്ടുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് അവന് കൈമലാക്കാണ് കേട്ടോ. അപ്പോൾ ഒരു 3-4 ബലൂൺ അവൻ്റെ കൈ കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് അതും വെച്ചിട്ടാണ് പിന്നെ അവൻ്റെ കളി കേട്ടോ. അങ്ങനെ ബലൂണൊക്കെ കൊണ്ട് തട്ടിക്കൊണ്ട് ഇങ്ങനെ കളിക്കുകയാണ് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള കുട്ടികളും കൂടി അവൻ്റെ കൂടെ കളിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞത് കേൾക്കുന്നേ ഇല്ല, ബലൂണുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആകെ ഓടി കളിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാണ് കേട്ടോ നമ്മളെ ഇരട്ട കുട്ടികൾ 2 പേരുണ്ട് എന്ന് പറഞ്ഞല്ലോ. അവർ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ബലൂണൊക്കെ കൊണ്ട് കളിക്കാനൊക്കെ തുടങ്ങി. അവർ അതുവരെ കരഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. ഇപ്പോൾ അവർക്ക് ഏകദേശം ഒന്ന് ലെവലായി വന്നിട്ടുണ്ട്. അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മിസ് എന്ത് ചെയ്യുന്നത് സിപ്പപ്പുമായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും സിപ്പപ്പ് കൊടുത്തേ, മക്കൾക്കൊക്കെ കൊടുത്ത് ഉമ്മമാർക്കും തന്ന്. അപ്പോൾ ഒന്ന് നാസിക്കും കൊടുത്തിട്ടോ. നാസി മോന് സിപ്പപ്പ് എന്ന് വെച്ചാൽ നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അവൻ്റെ കൈ കിട്ടിയാൽ പിന്നെ അത് തിരിച്ച് തരില്ല. അങ്ങനെ അത് അവർ സിപ്പപ്പൊക്കെ അയച്ച് പിന്നെ ഈ കളി അങ്ങനെ വീണ്ടും കളിയിൽ തന്നെ മുഴുകുകയാണ് കേട്ടോ. അങ്ങനെ വല്ല കളിയൊക്കെ കണ്ടുകൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു 11:30 ആയപ്പോൾ പിന്നെ മിസ്സ് എന്ന് പറഞ്ഞ മുകളിൽ ഉമ്മമാരെ ക്ലാസ് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അത് കേൾക്കാൻ വേണ്ടി ഞങ്ങൾ മുകളിലേക്ക് പോയി. പിന്നെ പക്ഷേ അധികം അവിടെ ഇരിക്കാൻ കഴിഞ്ഞിട്ടില്ല, ചെറിയ മോന് ഭയങ്കര കരച്ചിലായിരുന്നു. അങ്ങനെ കുറച്ച് സമയമൊക്കെ അതിരുന്ന് കേട്ടു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, പിന്നെ അവിടുന്ന് താഴേക്ക് ഇറങ്ങി പോരുകയും ചെയ്തു കേട്ടോ. അധിക സമയം അവിടെ ഇരിക്കാൻ പറ്റിയില്ലെങ്കിലും നല്ല അടിപൊളി ക്ലാസ് ആയിരുന്നു കേട്ടോ. കുട്ടികളെങ്ങനെ വളർത്താമെന്നുള്ള ടോപ്പിക്കായിരുന്നു അവിടെ സംസാരിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. അങ്ങനെ ഞാൻ താഴേക്ക് ഇറങ്ങി വന്നപ്പോൾ ഉണ്ട് മക്കളൊക്കെ കൊണ്ടുവന്ന് അവർ ചായയും അതേപോലെ ഉണ്ണിയപ്പവും കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നെയ്നും ചായയൊക്കെ വാങ്ങി അവിടെ ഇരുന്ന് കുടിക്കുന്നുണ്ട്. 2 കഴിഞ്ഞപ്പോൾ നെയ്ഫിൻ്റെ ക്ലാസ്സും വിട്ടു കേട്ടോ. അങ്ങനെ നെയ്ഫും അവിടെ ഇരുന്നങ്ങോട്ട് ചായ കുടിക്കുകയാണ്. അങ്ങനെ നെയ്ഫ് എന്ത് ചെയ്ത് അവന് കുടിച്ച് കഴിഞ്ഞ ശേഷം കുറച്ച് ചായ വാങ്ങി ചെറിയ മോന് കൊടുക്കാൻ തന്നിട്ടോ. ഞാൻ പിന്നെ ചായ കുടിക്കില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഓനും ഞാൻ എന്ത് ചെയ്ത് കുറച്ച് ചായ കൊടുത്തു കേട്ടോ. അങ്ങനെ ചായ കുടിക്കലൊക്കെ കഴിഞ്ഞ് മക്കളെ വീണ്ടും ക്ലാസ്സിൽ തന്നെ എത്തിച്ച്. അപ്പോൾ അവർക്ക് അവിടെ സ്ക്രീനിൽ പിന്നെ മായാവിൻ്റെ കാർട്ടൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു.
അങ്ങനെ അവർ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കാർട്ടൂണോട് കണ്ടപ്പോൾ അവർക്ക് മക്കൾക്കൊക്കെ നല്ല സന്തോഷമായി. കരയുന്ന മക്കളൊക്കെ പിന്നെ ഏകദേശം കരച്ചിലൊക്കെ നിർത്തിയിട്ടുണ്ട്. എന്നാലും കാർട്ടൂൺ കണ്ടായിരിക്കാത്ത മക്കളില്ലല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോകാൻ ഒരുങ്ങാണ് കേട്ടോ. നെയ്ഫ് ഇതാ അവിടെ തൂക്കിയിട്ട് ഒരു വിധം ബലൂണും പറഞ്ഞിട്ട് കേൾക്കുന്നതിലൊക്കെ കൈമലാക്കിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.